ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ നാം നേരിടുന്ന വെല്ലുവിളി ചെറുതല്ല. അന്യസംസ്ഥാനങ്ങളിൽ മാരക കീടനാശിനി പ്രയോഗത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പച്ചക്കറികളും ധാന്യങ്ങളും കഴിച്ച് വിഷം തീണ്ടി മരിക്കാനാണ് മലയാളിയുടെ വിധി. എന്നാൽ അങ്ങനെ വിധിയെ പഴിച്ച് വിഷം തീണ്ടാൻ തയ്യാറല്ലെന്ന് സൂചിപ്പിക്കുന്ന ചില നല്ല മാറ്റങ്ങൾ വർഗ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ ഓണക്കാലത്തെ ഏറ്റവും സന്തോഷകരമായ വർത്തമാനം. കാർഷിക സംസ്കൃതിയിൽ നിന്ന് കേരളം എന്ന് വഴിമാറി നടന്നോ അന്നു തുടങ്ങിയ നമ്മുടെ പരാശ്രയത്വം അവസാനിപ്പിക്കാൻ നേരമായി. മണ്ണിനെ സ്നേഹിച്ച് കാർഷിക വൃത്തിയിലൂടെ ഉപജീവനവും ശാരീരിക മാനസിക ആരോഗ്യവും പരിരക്ഷിച്ചിരുന്ന ഒരു തലമുറയുടെ സംസ്കാരം ഉപഭോക്തൃ സംസ്കാരത്തിന് വഴിമാറിയതിനു പിന്നിൽ മനഃപൂർവമായ ചില വാണിജ്യ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നു തന്നെ സംശയിക്കണം. കർഷകന് മണ്ണിനോടുള്ള അടുപ്പം, കാർഷിക വൃത്തി എന്ന വികാരം, ഇതിനെയെല്ലാം പിന്നീട് വന്ന വ്യവസായവൽകൃത സമൂഹം പുച്ഛിച്ചു തള്ളി. ജനിതകമാറ്റം വരുത്തിയ വിത്തിനങ്ങൾ വികസിപ്പിച്ചതും കാലം തെറ്റിയുള്ള കൃഷിരീതികൾ പരീക്ഷിച്ചതും ഓരോ ഭൂപ്രകൃതിക്കും ഇണങ്ങിയ കൃഷിരീതികൾ മറ്റു ഭൂപ്രകൃതികളിലേക്ക് പറിച്ചു നട്ടതും മറ്റും ശാസ്ത്ര പുരോഗതി എന്നൊക്കെ അവകാശപ്പെടാമെങ്കിലും വാണിജ്യ താൽപര്യങ്ങൾ ലക്ഷ്യം വെച്ചുണ്ടാക്കിയ ഈ പുരോഗതി നമ്മുടെ മണ്ണിന്റെ ഘടന മാറ്റി സാമ്പ്രദായിക കൃഷിരീതികളെ മാറ്റിമറിച്ചു. നമ്മുടെ നാടൻ വിത്തിനങ്ങളെ അപ്രത്യക്ഷമാക്കി, അടുക്കളത്തോട്ടങ്ങളെ ഇല്ലാതാക്കി. എന്തിന്, നമ്മുടെ കാർഷിക സംസ്കാരത്തെ തന്നെ പടിയടച്ച് പിണ്ടം വെച്ചു. കൃഷി എന്ന് പറയുന്ന ഒരു സംസ്കാരമായിരുന്ന ഒരു കാലം, ഇഷ്ടത്തോടെ കൃഷി ചെയ്തിരുന്ന ഒരു സമയം. ഇപ്പോൾ വാഴക്കൊലയിൽ നമുക്കറിയാം, അപ്പം നാളെ ഈ കൊല വെട്ടിക്കൊണ്ട് പോകാൻ ആൾ വരുന്നുണ്ടെങ്കിൽ പോലും ഓരോ നാമ്പും വളരുന്നുണ്ടോ, കൊല വളരുന്നുണ്ടോ എന്ന് നോക്കി കുടുംബം മുഴുവൻ കാത്തിരുന്ന, അത്ര ഇഷ്ടത്തോടെ ചെയ്തിരുന്ന ഒരു കാലം. ആ ഒരു ഇഷ്ടം, ആ ഒരു ആത്മാർത്ഥത, മണ്ണിനോടുണ്ടായിരുന്ന ഒരു അടുപ്പം ഒക്കെ നഷ്ടപ്പെട്ടു. കൃഷി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ സർഗാത്മകതയാണ്. മനുഷ്യനാകാൻ തുടങ്ങുന്നത് കൃഷിയുടെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ്. കാരണം വെച്ചാൽ ഒരു കാലത്ത് മൃഗങ്ങളെപ്പോലെ നായാടി നടന്ന ഒരു കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ ഒരു സമൂഹമായി മാറുന്നത് അവൻ കൃഷി ആരംഭിച്ചതോടുകൂടിയാണ്. ആ കൃഷി സംരക്ഷിക്കാൻ വേണ്ടി അവൻ ഒരിടത്ത് താമസിക്കാൻ നിർബന്ധിതനാകും. അപ്പോൾ ഒരു വീട് എന്ന സങ്കല്പം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്ന കൃഷിയിൽ നിന്നാണ്. അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുന്നതിൻ്റെ ആദിമ രൂപം ഉണ്ടാവാൻ ഇടയായി തന്നെ യഥാർത്ഥത്തിൽ കൃഷി എന്നാണ്. കൃഷി എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്, സർഗാത്മകതയാണ്. ഒരു പക്ഷേ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും കുടുംബത്തെയും രൂപപ്പെടുത്തിയത് കൃഷിയാണ്. ഇന്ന് നമ്മൾ സ്വന്തം കൃഷിയിടങ്ങൾ തരിച്ചിട്ടുകൊണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി കയറ്റി വരുന്ന ലോറികളെ കാത്തിരിക്കുന്നു. എന്നാൽ വിഷലിപ്തമായ പച്ചക്കറികളെയും അവ വരുത്താനിടയുള്ള ആപത്തിനെയും കുറിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചു വന്നതോടെ സ്വന്തമായി കൃഷി ചെയ്യാനും മണ്ണിലേക്ക് മടങ്ങാനും ജനങ്ങൾ തീരുമാനിച്ചതിന്റെ സൂചനകൾ സംസ്ഥാനമാകെ കണ്ടു തുടങ്ങി. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ വിഷലിപ്തമായ പച്ചക്കറികളുടെ സജീവ സാന്നിധ്യം. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ഒരു സ്ലോ പോയ്സണിങ്ങിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയൽ സംസ്ഥാനത്ത് നിന്നും നമുക്ക് കിട്ടുന്ന പച്ചക്കറി വ്യാപകമായി വിഷലിപ്തമാണ്, വിഷമയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതേ സംബന്ധിച്ച് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് കണക്കിലെടുത്ത് കൊണ്ട് തന്നെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ വിഷയം KPCCയുടെ പ്രോഗ്രാമിൽ തന്നെ പെടുത്തി ജൈവ പച്ചക്കറി കൃഷി വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് നീക്കിയത്. കഴിഞ്ഞ ഒക്ടോബർ 2 ആരംഭിച്ച ഗാന്ധി ഹരിത സമൃദ്ധി നല്ലൊരു ഇമ്പാക്റ്റ് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് വലിയൊരു മൂവ്മെൻ്റ് എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവിലുണ്ട്, സംഘടനകളുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ജൈവ പച്ചക്കറി കൃഷിക്ക് വന്നത് വലിയ നല്ലൊരു കാര്യമാണ്. വിഷം കലർന്ന പച്ചക്കറികളുടെ ഉപഭോഗം ക്യാൻസർ അടക്കമുള്ള മഹാരോഗങ്ങളിലേക്ക് മലയാളിയെ തള്ളിയിടുന്നു എന്ന ഭയാശങ്ക ഭക്ഷണശീലങ്ങൾ മാറ്റണമെന്നും ആരോഗ്യ ജീവനത്തിന് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിച്ചേ മതിയാകൂ എന്നുമുള്ള ബോധം പൊതുസമൂഹത്തിൽ വർദ്ധിക്കാനിടയാക്കി. ഈ കീടനാശിനികൾ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തശുചീകരണ വ്യവസ്ഥയാണ്. അത് പ്രധാനമായും കിഡ്നിയും ലിവറും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കിഡ്നിയുടെയും ലിവറിൻ്റെയും ക്യാൻസറുകൾ കൂടുന്നു എന്നതിലുപരിയായിട്ട് ഈ കിഡ്നിക്കും ലിവറിനുമുള്ള അസുഖം ധാരാളം പേർക്ക് ബാധിക്കുന്നുണ്ട്. അത് കാരണമായിട്ട് ഒരു ശരിയായ രീതിയിൽ കീമോതെറാപ്പി കൊടുക്കുന്നതിനോ മറ്റ് ചികിത്സകൾ ചെയ്യുന്നതിനോ പലപ്പോഴും തടസ്സമായി വരികയും ചികിത്സയുടെ ഭാഗമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കൂടി വരികയും ചെയ്യുന്നുണ്ട്. ഇത് ആരും കാണാതെ പോകുന്ന ഒരു വശമാണ്.
അപ്പോൾ മറ്റു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ കിഡ്നി അസുഖം ബാധിച്ചിട്ട് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം അത് വളരെയധികം കൂടി വരികയാണ്. ലിവർ മദ്യപാനം എന്നുള്ള ദുശീലങ്ങളില്ലാതെ തന്നെ ലിവറിന് അസുഖം ബാധിക്കുന്നവരുടെ സംഖ്യയും വളരെയധികം കൂടി വരികയാണ്. അപ്പോൾ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ശരീരത്തിലെ ഭക്ഷ്യ സുരക്ഷയുടെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ കീടനാശിനികളുടെ അമിതമായ ഉപയോഗവുമാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷ്യസാധനങ്ങളിൽ ഏറ്റവും അധികം വിഷം പച്ചക്കറികളിലാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അതിർത്തിയിൽ അത് പരിശോധിക്കാൻ സംവിധാനമില്ല. ഭക്ഷ്യസാധനങ്ങളിലെ മായം പരിശോധിക്കാനാണ് പ്രധാന 3 ചെക്ക് പോസ്റ്റുകളിൽ മൊബൈൽ ലാബുകൾ. എന്നാൽ വെളിച്ചെണ്ണ അടക്കമുള്ള ഭക്ഷ്യസാധനങ്ങളിലെ മായം മാത്രമേ ഇതിൽ പരിശോധിക്കാൻ കഴിയൂ. എല്ലാ സാധനങ്ങളും ഉടനെ പരിശോധിക്കുക എന്നതും പ്രായോഗികമല്ല. പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗം മൂലം ക്യാൻസർ പടരുന്നതായുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കായി പ്രാദേശികമായി തന്നെ ലാബുകൾ സ്ഥാപിക്കണം എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ ഘട്ടം ഘട്ടമായി മാത്രമേ ഇത്തരം ലാബുകൾ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് സർക്കാർ. സർക്കാർ കാര്യങ്ങൾ മുറ പോലെ നടക്കട്ടെ. എന്നാൽ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവനവന് വേണ്ട അത്യാവശ്യം പച്ചക്കറികൾ മുറ്റത്തോ മട്ടുപ്പാവിലോ കൃഷി ചെയ്തെടുക്കേണ്ടതിന്റെ ഗൗരവം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഡോക്ടർമാരുടെ സംഘടനയായ IMA, CPM നയിക്കുന്ന കേരള കർഷക സംഘം, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ജനശ്രീ എന്നീ സംഘടനകളും പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, വിഷമുക്ത പച്ചക്കറി നമ്മുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള സർക്കാരിന്റെയും ജനങ്ങളുടെയും കൂട്ടായ യത്നത്തിന് കൈത്താങ്ങാകുന്നുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള ഒരു മാറ്റം, പ്രത്യേകിച്ചും ചെറുപ്പക്കാരൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ചെറിയ രീതിയിലെങ്കിലും മട്ടുപ്പാവില കൃഷിയും ഉള്ള വസ്തുവിലുള്ള കൃഷിയൊക്കെ തുടങ്ങിയത്. IMA സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാരുടെ കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു വസ്തുത, ഈ പറയുന്നത് സുരക്ഷിതമായ ഭക്ഷണത്തെ സംബന്ധിച്ച് പച്ചക്കറി ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള പച്ചക്കറിയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കലാണോ എന്ന് സംബന്ധിച്ച് പല ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിനൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കുറച്ച് സ്ഥലത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഉപയോഗിക്കാം. നമ്മളതിനെ എന്താ പറയുന്നത്, ഈ ബ്രാൻഡഡ് ജൈവ പച്ചക്കറി എന്നൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ച് വെക്കുന്നത് ഒന്നും തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സോ ഫെർട്ടിലൈസേഴ്സോ അല്ല. ജൈവ പച്ചക്കറി കൃഷി എന്നുള്ളത് ജനശ്രീയുടെ ഒരു പ്രധാന പരിപാടിയായിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റപ്പെട്ടാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ജനശ്രീ സംഘങ്ങൾ, 20 പേരുള്ള ഒരു സംഘം, അവർ കൂട്ടായിട്ടും മെമ്പർമാരൊറ്റയ്ക്കും ഈ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് കുറേ ഫലം കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം ഞങ്ങൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് 1 ലക്ഷം പച്ചക്കറി വിത്ത് അത് സർക്കാരിൽ നിന്ന് കൃഷി വകുപ്പ് സൗജന്യമായി തന്നു. ജനശ്രീ അംഗങ്ങൾക്ക് മട്ടുപ്പാവിലും വീട്ടുമുറ്റത്തും കൃഷി ചെയ്യുന്നതിന് സൗജന്യമായി കൊടുത്തു. ജൈവവളം കൂടി ലഭ്യമാക്കി അവർ ഓരോ വീട്ടിലും അവർക്കാവശ്യമുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണം. 1 ലക്ഷം ജൈവ ഭവനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, അത് കുറേയൊക്കെ ലക്ഷ്യം കണ്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ പരമാവധി അത് ആളുകളെ പ്രയോജനപ്പെടുത്തി ഒരുപാടടുത്ത് ഈ പച്ചക്കറി കൃഷി നടത്തി വിളവെടുത്തു, അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചു. കാർഷിക പ്രവർത്തനം ഒരു സർഗാത്മകതയുടെ തലത്തിലേക്ക് ഉയർത്തി കൃഷിക്കാരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. അതിന് സഫലമാകുമെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ചാരിതാർത്ഥ്യജനകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അന്യസംസ്ഥാനത്തു നിന്നെത്തുന്ന വിഷമയമായ പഴം പച്ചക്കറികളെ തിരസ്കരിക്കുന്നതിനായി മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തര ഇടപെടലുകളാണ് സത്യത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ മാറ്റത്തിന് ഇടയാക്കിയത്. പൊതുവേ കേരളീയ സമൂഹത്തിൽ തന്നെ വലിയ താല്പര്യം വന്നിരിക്കുന്നു. മാധ്യമങ്ങൾ വളരെ വളരെ സജീവമായി അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ വഴി ഈ വിഷലിപ്തമായ പച്ചക്കറിയുടെ അപകടങ്ങളെക്കുറിച്ച് ഒരു വലിയ അവബോധം തന്നെ ജനമനസ്സുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ സർക്കാരും തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ 2016 കേരളത്തെ ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുക എന്ന പ്രഖ്യാപനവുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും മുന്നോട്ട് പോകുന്നത്. അതിനിടെ അമിത കീടനാശിനി പ്രയോഗത്തിനെതിരെ കേരളം നടത്തുന്ന പരിശ്രമങ്ങൾ തമിഴ്നാടിനെതിരെയുള്ള പോരാട്ടമായി ചിത്രീകരിക്കാൻ ചില സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് അറവുമാടുകളെ കയറ്റിവരുന്ന വാഹനങ്ങൾ തടഞ്ഞ് മാട്ടിറച്ചി ക്ഷാമം സൃഷ്ടിച്ചതിനു പിന്നാലെ പച്ചക്കറിയുടെ കാര്യത്തിലും വിവാദമുണ്ടാക്കി ഓണക്കാലത്ത് പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് തമിഴ്നാട്ടിലെ ചില കർഷക സംഘടനകളുടെ ശ്രമം. വിഷം തളിച്ച പച്ചക്കറികൾക്കെതിരെ കേരളം കർശന നടപടികൾ സ്വീകരിച്ചതാണ് ഇവരുടെ പ്രകോപനത്തിന് കാരണം. ഗവൺമെൻറ് എടുക്കുന്ന നടപടികളൊക്കെ വളരെ സ്വാഗതാർഹമാണ്. കാരണം അതിർത്തിയിൽ തന്നെ തടയുക, ജൈവ വിഷമുള്ള പച്ചക്കറി, അതിനെതിരായിട്ട് തമിഴ്നാട്ടിലെ കൃഷിക്കാരുടെയൊക്കെ സമരമുണ്ട്. അതൊന്നും കൂട്ടാക്കേണ്ട കാര്യം. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് വരുമാനമാണ്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യമാണ് പ്രശ്നം.
ഒരു ജനങ്ങളുടെ ആരോഗ്യം തകരുന്ന ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട് അവരുടെ പ്രക്ഷോഭത്തിൻ്റെ മുമ്പിലൊന്നും ഗവൺമെൻറ് ഒരിക്കലും മുട്ടുമടക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഓണക്കാലത്ത് സംസ്ഥാനത്ത് വിഷമയമുള്ള പച്ചക്കറി എത്തുന്നത് തടയാൻ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഭക്ഷ്യസുരക്ഷാ വിഭാഗം വിപുലമായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച കീടനാശിനികൾ തമിഴ്നാട്ടിലെ പച്ചക്കറി കൃഷിയിടങ്ങളിൽ വളരെ ചെറിയ അളവിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂവെന്നും അതുകൊണ്ട് ഗുണമേന്മാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പച്ചക്കറി അതിർത്തി കടത്തണമെന്നുമാണ് തമിഴ്നാട് കർഷകരുടെ വാദം. ഹ്രസ്വകാല ഭക്ഷ്യവിളകൾക്ക് പകരം ദീർഘകാലം നിലനിൽക്കുന്ന വാണിജ്യ വിളകൾ കൃഷി ചെയ്യാൻ കേരളീയർ എന്തുകൊണ്ടോ നിർബന്ധിക്കപ്പെട്ടു. വിശേഷിച്ച് കേരളത്തിലെ പുതിയ സാമ്പത്തിക ശാസ്ത്രം, പുതിയ ധനാഢ്യന്മാർ, ഈ കാർഷിക രംഗത്തുനിന്ന് ഉയർന്നു വന്ന പുതിയ മുതലാളിമാർ, അവർ കൃഷിയെ മുതലാളിത്തവൽക്കരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാണിജ്യ വിളകൾ വരാൻ തുടങ്ങിയത്. നമ്മുടെ മണ്ണ് വളരെ ഫലഭൂയിഷ്ടമായൊരു മണ്ണാണ്. ആ മണ്ണിലാണ് ഇപ്പോൾ വാഴ, ചേന, ചേമ്പ്, വെണ്ടയ്ക്ക, വഴുതനങ്ങ ഇങ്ങനെ തുടങ്ങിയ എല്ലാ പച്ചക്കറികളും എല്ലാ ചെറിയ ചെടികളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുള്ളത്, പിന്നെ ഏറ്റവും വിശേഷിച്ച് നെൽപ്പാടം. കേദാരം എന്നാണ് കേരളത്തെക്കുറിച്ച് പറയുന്നത്. ഒന്ന് തെങ്ങ്, മറ്റൊന്ന് നെൽപ്പാടം. വളരെ പ്രാചീന കാലം മുതൽ തന്നെ നമുക്ക് വാണിജ്യ വിളകളുണ്ട്. ഏലം, ചുക്ക്, അതുപോലെ തന്നെ കാപ്പി, അതൊക്കെ നമുക്ക് അന്നേ ഉണ്ട്. അതിന് ശേഷമാണ് റബ്ബർ നമുക്ക് വന്നത്. പച്ചക്കറികളിൽ ഉപയോഗിക്കുന്ന മാരക കീടനാശിനികൾക്കെതിരെ തമിഴ്നാട്ടിലെ കൃഷി വകുപ്പ് പഠന ക്ലാസുകൾ നടത്തിയിരുന്നു. ക്ലാസ്സിൽ പങ്കെടുത്ത കർഷകരിൽ ഭൂരിഭാഗവും രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെ വൻ വിളവുണ്ടാക്കാനാകില്ല എന്ന നിലപാടിലായിരുന്നതായി ഉദ്യോഗസ്ഥർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നു. ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ആക്രമിക്കുന്നത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം ദഹനേന്ദ്രിയ വ്യവസ്ഥ വഴിയാണ് മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ക്യാൻസറുകളും മറ്റും ഇതുകൊണ്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണം, ഒരു സർജൻ എന്ന നിലയിൽ എനിക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, പലപ്പോഴും ഞങ്ങൾ പഠിക്കുന്ന 25 കൊല്ലം മുമ്പ് ഞങ്ങൾ മെഡിസിൻ സർജറിക്ക് പഠിക്കുന്ന സമയത്തും ധാരാളം ഓപ്പറേഷനുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ കാണുമ്പോൾ കാണുന്നൊരു സാധാരണ കാഴ്ച എന്തെന്ന് പറഞ്ഞാൽ, ഏതൊരാളിൻ്റെ കുടലിലൊരു ഓപ്പറേഷൻ നടത്തുകയാണെങ്കിലും അതിനകത്ത് ധാരാളം വിരകൾ കാണും. അത് വളരെ അധികം ആ വിരശല്യം വളരെയധികം കോമൺ ആയിരുന്നു. എന്നാൽ അത് ഇന്ന് നോക്കുകയാണെങ്കിൽ എത്ര തന്നെ ഓപ്പറേഷൻസ് നടത്തിയാലും ശരീരത്തിനകത്ത് കുടലിനകത്ത് വിരകളെ കാണാനില്ല. അപ്പോൾ അതിൻ്റെ ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് പറയാം, വിരശല്യം കുറയുന്നു എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശങ്ങൾ കാരണം, കീടനാശിനികളും മറ്റും കാണുന്ന ഭക്ഷണം കഴിക്കുന്ന കാരണം വിരകൾക്ക് പോലും നമ്മുടെ ശരീരത്തിനകത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സിറ്റുവേഷനാണ്. അപ്പം ഒരു ചെറിയ ജീവിയെ സംബന്ധിച്ച് മരണകാരണമാണെങ്കിൽ കൂടി, ഒരു മനുഷ്യൻ ഉടനെ മരിക്കുന്നില്ലെങ്കിൽ കൂടെ അവൻ ഇഞ്ചിഞ്ചായിട്ട് പല അസുഖങ്ങൾ കൊണ്ടും പിന്നെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അത് തികച്ചും ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ്. സുരക്ഷിത വിളവെടുപ്പിന് രാസ കീടനാശിനി പ്രയോഗമല്ലാതെ മറ്റു മാർഗമില്ലെന്ന കൃഷിക്കാരുടെ പഴയ ധാരണയ്ക്ക് മറുപടിയായ പോളി ഹൗസ് ഫാമിംഗ് അഥവാ സംരക്ഷിത കൃഷിരീതി കേരളത്തിൽ പലയിടങ്ങളിലും നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. പണ്ടുകാലത്ത് വിശാലമായ വയലുകളിലും പുരയിടങ്ങളിലും ചെയ്തിരുന്ന കൃഷിപ്പണികൾ വിസ്താരം കുറഞ്ഞ സ്ഥലത്ത് യാതൊരു കീടനാശിനി പ്രയോഗവുമില്ലാതെ കൃഷി ചെയ്യാനാകും എന്നതാണ് പോളി ഹൗസ് കൃഷിരീതി. 4 ഇരട്ടിയോളം വിളവും ലഭിക്കും. എന്നാൽ താരതമ്യേന ചെലവ് കൂടിയ കൃഷിരീതിയാണ് ഇത്. പോളി ഹൗസ് കൃഷിരീതി കേരളത്തിൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമവും കൃഷിവകുപ്പ് നടത്തുന്നുണ്ട്. ഇതിലൊരു പ്രശ്നം ഇപ്പോൾ ഉള്ളത്, സാധാരണ പച്ചക്കറിയേക്കാൾ വില കൂടുതലാണ്. പോളി ഹൗസുകളിൽ ഉണ്ടാക്കുന്നതാണ് ഒരു തരത്തിലും കീടം ബാധിക്കാത്ത പച്ചക്കറി. അതിനകത്ത് പിന്നെ വേറെ സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല എന്നാണ് കാർഷിക വിദഗ്ധന്മാർ പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ചിലവ് കൂടുമ്പോൾ അവർക്ക് വില കൂട്ടിക്കിട്ടണം. ജൈവ വളം ഉപയോഗിച്ച് പോളി ഹൗസുകളിലോ അല്ലാതെയോ ഉണ്ടാക്കുന്ന പച്ചക്കറി അവരുടെ ആവശ്യം കഴിഞ്ഞ് വിൽക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളെടുക്കാം. ഈ 2 ഔട്ട്ലെറ്റുകൾക്ക് മാത്രമല്ല, പുറത്ത് കയറ്റി അയക്കാനും ധാരാളം ആളുകൾ ജനശ്രീയെ ജൈവ പച്ചക്കറിക്ക് വേണ്ടി ഞങ്ങളെ സമീപിച്ചു, പക്ഷേ കിട്ടുന്നില്ല. അൾട്രാ വയലറ്റ് കിരണങ്ങളെ ചെറുക്കുന്ന UV സ്റ്റെബിലൈസ്ഡ് പോളി എത്തിലീൻ ഷീറ്റ് ഉപയോഗിച്ചാണ് തുറസായ സ്ഥലത്ത് പോളി ഹൗസുകൾ നിർമ്മിക്കുന്നത്. കീടങ്ങൾ കടക്കാത്ത വല ഉപയോഗിച്ച് 4 വശവും മറയ്ക്കും. ഊഷ്മാവ് നിയന്ത്രിക്കാൻ നിശ്ചിത ഇടവേളകളിൽ മഞ്ഞുപോലെ ജലം ചിതറിക്കും. ഓരോ ചെടിയുടെയും ചുവട്ടിൽ വെള്ളവും വളവും കലർന്ന മിശ്രിതം പൈപ്പുകൾ വഴി ഇറ്റിച്ചുകൊണ്ടിരിക്കും. വെള്ളത്തിൽ ലയിക്കുന്ന വളമാണ് ഉപയോഗിക്കുക. കുറഞ്ഞ കാലയളവിനുള്ളിൽ 4 ഇരട്ടി വിളവ്. ജല ഉപയോഗം 50% അധികം കുറയ്ക്കാം. 1 ചതുരശ്ര മീറ്റർ പോളി ഹൗസ് നിർമ്മാണത്തിന് ഏതാണ്ട് 1200 രൂപയോളം ചെലവ് വരും. ജൈവ കൃഷി ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ഗവൺമെൻറ് കൊടുക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
പക്ഷേ സമയത്തൊന്നും അവർക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ വിപണനം നടത്തുന്നവർക്ക് ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴിയൊക്കെ ചില സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് കിട്ടുന്നില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജൈവ പച്ചക്കറിയുടെ വിൽപ്പന ഉപയോഗം വളരെ വർദ്ധിക്കും. പ്രധാനമായും 12 ഇനം പച്ചക്കറികളാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. 35,000-ൽ പരം പച്ചക്കറി കർഷകർ സംസ്ഥാനത്തുണ്ടെന്നാണ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ കണക്ക്. കർഷകർക്ക് കൃഷിയോഗ്യമായ 50,000-ഓളം ഏക്കർ ഭൂമിയുണ്ട്. അതിൽ കൃഷിക്കായി ഉപയോഗിക്കുന്നത് ഏതാണ്ട് 18,000 ഏക്കർ മാത്രമാണ്. ചുരുക്കത്തിൽ കൈവശമുള്ള ഭൂമിയുടെ ഏതാണ്ട് 36% മാത്രമേ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഏതാണ്ട് 20 ലക്ഷത്തോളം ടൺ പച്ചക്കറിയുടെ ഒരു വലിയ പങ്ക് കൃഷി ചെയ്യാൻ ആവശ്യമായ കൃഷിഭൂമി ഇവിടെ വെറുതെ കിടക്കുന്നു. ഭൂമി അതിൻ്റെ അവകാശം ആരുടെ ആയാലും അതിൽ കൃഷി ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ഇതിൻ്റെ വിളവ് ആര് കൊണ്ടുപോയാലും തിരക്കേടില്ല. കൃഷി മര്യാദയ്ക്ക് ചെയ്യുകയും കൃഷി സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അവൻ്റെ ഒരു ആഹ്ലാദ ഉപാധിയാണ്. അവൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല. ചങ്ങമ്പുഴയുടെ വാഴക്കുലയിൽ മലയപ്പുലയനാ മാടത്തിന് മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. ആ വാഴ ഇങ്ങനെ കിളിത്ത് വരുമ്പോൾ അയാളുടെ 4-5 കുട്ടികളും അയാളുടെ പുലയും അതായത് മലയവൻ്റെ പുലയും അവരെല്ലാം ചേർന്നിട്ട് ആ വാഴയെ ശുശ്രൂഷിക്കുക. അതിൽ മക്കൾ ഈ വാഴ കുലച്ചു വന്നാൽ അതിനുണ്ടാകുന്ന കൊലയെക്കുറിച്ച് സ്വപ്നം കാണുക. ആ സ്വപ്നം കണ്ടുകൊണ്ട് അതിനെ വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ അത് എവിടുന്നോ കിട്ടിയ ഒരു വാഴ തൈ കൊണ്ടവിടെ നട്ടതാണ്. പക്ഷേ നല്ല കൊലയും അത് പഴുക്കാറായി എന്നറിഞ്ഞപ്പോൾ ജന്മി പറഞ്ഞു അതെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവച്ചേരെ. അതാ അന്നത്തെ രാഷ്ട്രീയ ഘടനയാണ്. അയാൾ ഈ കൊല തൻ്റെ കിടാങ്ങളുടെ കഴുത്ത് വെട്ടുന്ന പോലെ കൊല വെട്ടി മാറ്റി ജന്മിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കവി കടന്നു വരികയാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഷിക രംഗത്തെ അശാസ്ത്രീയമായ സംവിധാനത്തെക്കുറിച്ച് മണ്ണ് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവൻ അധ്വാനിക്കുന്നവൻ, അവനാണ് അവൻ്റെ ഫലത്തിൻ്റെ ഉടമ എന്ന് ആദ്യമായി മലയാളത്തിൽ പ്രഖ്യാപിച്ചത് ചങ്ങമ്പുഴയാണ്. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി വാങ്ങുന്നതിന് പ്രതിവർഷം 1000 കോടി രൂപയോളമാണ് നമ്മൾ ചെലവാക്കുന്നത്. ഏതാണ്ട് 2000 ടൺ പച്ചക്കറിയാണ് പ്രതിദിനം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തണല് അതുപോലുള്ള ചില സംഘടനകളൊക്കെ ജൈവ പച്ചക്കറിയുടെ വിപണനം നടത്തിയിരുന്നു. ഞങ്ങളുടെ നേതൃത്വത്തിൽ ജനശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഒരു ജൈവ ബസാർ നാടൻ കർഷകരിൽ നിന്ന് ഞങ്ങൾ വാങ്ങുന്നതും ജനശ്രീ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഗ്രാമപ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് ഇവിടെ വിൽക്കുന്നത്. ഞങ്ങൾ ലാഭത്തിന് വേണ്ടി ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്കല്ല തുടങ്ങിയതും ഇപ്പോൾ നടത്തുന്നത്. ആദ്യമൊക്കെ നഷ്ടമായിരുന്നു, ഇപ്പോൾ അത് ഒരുമാതിരി ബ്രേക്ക് ഈവനായി. ജൈവ പച്ചക്കറി ലഭ്യമാക്കുക. എല്ലാ വ്യക്തികളും അവരവരുടെ കൃഷിയിടങ്ങളിലും അവരുടെ വീടിൻ്റെ മട്ടുപ്പാവിലുമെല്ലാം ഇന്ന് ജൈവകൃഷി ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. യൂറോപ്പിൽ 20 വർഷമെടുത്തു ജൈവകൃഷിയിലേക്ക് ആളുകൾ മടങ്ങാൻ. കേരളം അതിൻ്റെ പകുതി എടുക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അടുത്ത 10 വർഷത്തിനകം കേരളത്തിലെ സമ്പൂർണ്ണമായ ജൈവകൃഷിയിലേക്ക് കേരളം മാറണം. എങ്കിൽ മാത്രമേ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഓണക്കാലത്തേക്കായി 10,000 ടൺ പച്ചക്കറിയാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത്. ഇത്രയധികം പച്ചക്കറി ഇവിടെ ഉൽപ്പാദിപ്പിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണെങ്കിലും സ്വയം പര്യാപ്തതയുടെ പാതയിൽ കേരളം അതിവേഗം മുന്നേറുകയാണ്. ഏതായാലും നമ്മൾ വിളവെടുത്ത നാടൻ പച്ചക്കറികൾ ഉപയോഗിച്ച് അടുത്ത ഓണത്തിന് സദ്യ ഒരുക്കാൻ കഴിഞ്ഞേക്കുമെന്ന ആശ്വാസത്തിലാണ് മലയാളികൾ. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്ത ആഴ്ച.